ഇപ്പോൾ ഒന്ന് ശിവരാത്രിയൊക്കെ അല്ലേ, അപ്പോൾ ക്ഷേത്രങ്ങൾ ദർശിക്കാന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും രാത്രി ഇറങ്ങി കേട്ടോ. അപ്പോൾ നേരെ ചെന്ന് ഓമശ്ശേരി കുലിപ്ര ശിവക്ഷേത്രത്തിലേക്കാണ്. നേരെ ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പാർവ്വനാരി ശിവരൂപത്തിൻ്റെ നമ്മൾ ലൈറ്റൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ക്ഷേത്രത്തിൽ കയറി തൊഴുത് കുറിയൊക്കെ തൊട്ട് നമ്മളിതാ പുറത്തിറങ്ങിട്ടോ. പുറത്തിറങ്ങി നമ്മൾ പൂരപ്പറമ്പൊന്ന് ചുറ്റി കാണാന്നുള്ള നിലയിൽ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആ ലൈറ്റിൻ്റെ ആ ഭംഗിയും ക്ഷേത്രത്തിൻ്റെ മനോഹരതയും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭക്ഷണം കിട്ടുമോ നോക്കാൻ നോക്കിയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് കാര്യമാണ്. അതായത് ഘോഷയാത്ര വന്നാലേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അത് നോക്കി നിൽപ്പോൾ പിന്നെ ഘോഷയാത്രയ്ക്ക് വരവും കാത്തുള്ള നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അന്നദാനം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് വേറെ ക്ഷേത്രത്തിലെ ഭക്ഷണം. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഘോഷയാത്ര എത്തി തുടങ്ങി കേട്ടോ. താലപ്പൊലി എത്തി ഒതുങ്ങി താലപ്പൊലി തീരാനുള്ള കാത്തുനിൽപ്പാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ താലപ്പൊലിയുടെ വരവും ആ മനോഹര കാഴ്ചകളും കണ്ട് അങ്ങനെ നിന്നിട്ടോ. അടിപൊളിയായിരുന്നു. എന്തൊക്കെയായാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു താലപ്പൊലി എടുക്കാൻ. താലപ്പൊലിൻ്റെ മുമ്പിൽ നമ്മൾ അടിപൊളി ഒരു വാദ്യമേളം നമ്മൾ മുമ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. വാദ്യമേളം കേൾക്കാൻ അതിമനോഹരം. അത് ഞാൻ വേറെ ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. വാദ്യമേളം ഒരു 6-7 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്താ പറയുക, അടിപൊളിയായിരുന്നു വാദ്യമേളം നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പ്രഷർക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും താലപ്പൊലിയുടെ പോക്ക് ഉണ്ട്. എന്തായാലും താലപ്പൊലീൻ്റെ ഒരു ചെറിയ ഒരു ഇത് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. അങ്ങനെ താലപ്പൊലി കഴിഞ്ഞ് പിന്നെ ഭക്ഷണത്തിനുള്ള വരക്കം പോക്കാട്ടോ. ഈ പോക്ക് എന്ന് പറഞ്ഞാൽ അന്നദാനം കഴിക്കാനുള്ള പോക്കാണ്. അന്നദാനത്തിനൊരു വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അവിടുന്ന് പ്ലേറ്റും എടുത്ത് ഇതാ ഭക്ഷണം എല്ലാം മേടിച്ച് ഇതാ എൻ്റെ മുമ്പിൽ മക്കളും അവളും എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭക്ഷണവും മേടിച്ച് എല്ലാം ഓരോ തവിട്ടപ്പോൾ എനിക്ക് ഒന്ന് പോരാ 2 വേണമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ രണ്ടാമത്തതും മേടിച്ച് ഞങ്ങൾ ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് ഒരുപാട് കറികളുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എന്തൊക്കെ ഐറ്റംസ് അല്ല, എത്ര ജനങ്ങൾ വന്നാലും അവർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും കേട്ടോ. അതാണ് അവിടുത്തെ പ്രത്യേകത. അത് നേരെ ചെന്ന് നമ്മൾ ഒരു ടേബിളൊക്കെ തിരഞ്ഞ് അവിടെ ഇരുന്ന് കേട്ടോ. ടേബിളൊക്കെ തിരഞ്ഞിരുന്ന് ഒന്നും നോക്കിയില്ല. ഒരു സെൽഫി എടുക്കാനുള്ള ഇതൊക്കെ എടുത്ത് അവർ നല്ല തീറ്റല്ല. ഞാൻ ചമ്മി. പിന്നെ ഞാനും നോക്കിയില്ല, ഞാനും എടുത്ത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിട്ടോ. പിന്നെ ഭക്ഷണത്തിനുള്ള ക്യൂ ആയിട്ടായി കാണുന്നത്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. നമുക്ക് അധികം ക്യൂ ഒക്കെ ഉണ്ടോന്നില്ല, ആദ്യം തന്നെ ചാടി കയറിയോണ്ട്. പിന്നെ അവിടെ നിന്നുള്ള പോക്ക് നമ്മൾ മുക്കത്തേക്ക് കേട്ടോ. മുക്കം റവണ്ണ ശിവക്ഷേത്രത്തിലേക്ക് കേട്ടോ. അടുക്കാൻ പറ്റാത്ത ജനമായിരുന്നു കേട്ടോ. മുക്കം ആലിൻചൂടിൽ കണ്ട ജനമായിട്ട് നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് വെസ്സിമൊഴി എന്നുള്ള വരവ് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനമാട്ടോ. ഞാനവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം വരവൊക്കെ പകുതി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനും ഇതേപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നു. നല്ലാതെ നിലത്ത് നിൽക്കാൻ കഴിയില്ല. മക്കളെയും അവളെയും കൂട്ടി ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി നിന്ന അവിടെ നിന്നുള്ള വരവിൻ്റെ കാഴ്ച കേട്ടോ. അതൊരു 1.5 കാഴ്ചയാണ് എൻ്റെ മക്കളെ. ഇത് നോക്കി, ഇതൊക്കെ ഒരു വൈബല്ലേ. അവിടുത്തെ താലപ്പൊലിയും അവിടുത്തെ പ്രത്യേക കലാരൂപങ്ങളും ഇതെല്ലാം കണ്ട് നമ്മൾ ക്ഷേത്രപ്പറമ്പിലേക്ക് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മുടെ ഒരു പുഴേൻ്റെ നടുക്കാട്ടോ ക്ഷേത്രം ഉണ്ടാവുക. ഈ തിക്കിലും തിരക്കിലായതുകൊണ്ട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ക്ഷേത്രപ്പറമ്പിലെ ഓരോ എന്താ പറയുക വെറൈറ്റി ഒന്നും പറയാനില്ല. ഇത് നമ്മളെ അവിടേക്ക് അന്നേതായിട്ട് നിർമ്മിക്കുന്ന പാലാട്ടോ. പാലത്തിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് കിടക്കാനേ. ഈ പുഴേൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ശിവരൂപാട്ടോ. പിന്നെ അവിടെ ഒരു പ്രത്യേക ഇവരുടെ ഒരു കലാരൂപം ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായിട്ടോ. അതേപോലെ ഇവരുടെ ചിരി, അതൊന്നും പറയാനില്ല. ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. ഇവരുടെ കലാരൂപവും അവരുടെ ചിരിച്ചുകൊണ്ടുള്ള